പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെയധികം സങ്കടകരമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വരുന്നത്. നിങ്ങളൊക്കെ കണ്ടതുപോലെ കുറുവട്ടൂരികളായ ആളുകൾ ഇസ്ലാമിക വിരുദ്ധമായ ഒരുപാട് ആശയങ്ങൾ വിസർജിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൽപ്പെട്ട ഒന്നാണ് സൂഫി സംഗീതം, ഹാർമോണിയം, കൈകൊട്ടൽ, നൃത്തം. ഇതൊക്കെ അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാരുടെയും ഷാഫി മദ്ഹബിലെ ഉലമാഇന്റെയും കിതാബുകളൊക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടും പണ്ഡിതന്മാർ പറഞ്ഞ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെയും സാധാരണക്കാരെ ആളുകളെ വഞ്ചിക്കുകയാണ്, പറ്റിക്കുകയാണ്. ഒരർത്ഥത്തിൽ സാധാരണക്കാർക്ക് ഈ പള്ളി ദർസിൽ പോയി ഇൽമു പഠിക്കുവാനോ അല്ലെങ്കിൽ കിതാബ് അർത്ഥം വെക്കുവാനോ കഴിയുകയില്ല, ചൂഷണം ചെയ്യുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആലിമീങ്ങളെ പരിഹസിക്കുകയും കരിവാരിത്തേക്കുകയും സ്വഭാവമാണ് കുറുവട്ടൂരികളുടേത്. അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് അവർ ചെയ്യുന്ന ഈ ഒരു ഏർപ്പാട്. അവർ ഇപ്പോൾ അടുത്ത് ഇറക്കിയ ഒരു വീഡിയോ, ആ വീഡിയോയിൽ കൈമുട്ടലുണ്ട്, ഹാർമോണി ഉപയോഗിക്കലുണ്ട്, മ്യൂസിക്കിന്റെ സംഗീത ഉപകരണം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം തെറ്റാണ്, അതെല്ലാം അവലംബിക്കാൻ പാടില്ല എന്ന് നമ്മൾ നഖശിഖാന്തം എതിർത്തപ്പോഴും അദ്ദേഹം അതിൽ വീണ്ടും ന്യായീകരണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അത് എന്താണ് മ്യൂസിക്, എന്താണ് കൈകൊട്ടൽ, അത് പറ്റുമോ എന്ന് ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളെല്ലാം ആസ്പദമാക്കിക്കൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായി നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയായിട്ടും നൗഷാദ് അത്ര വീഡിയോക്ക് മറുപടി പറഞ്ഞിട്ടില്ല. ഈ സാധുവായ ഞാൻ, വിനീതനായ ഞാൻ തന്നെ കൈകൊട്ടൽ ഹറാമാണ്, അത് കറാഹത്താണെന്ന്, ഹറാമെന്ന് അഭിപ്രായമുണ്ട്, എന്തായാലും അത് ഹലാലാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. നൗഷാദ് ഇതുവരെ അത് മറുപടി പറഞ്ഞിട്ടില്ല. എല്ലാം കിതാബ് വെച്ചുകൊണ്ട് തന്നെയാണ്. നൃത്തം പറ്റുമോ ഇല്ലയോ അതിന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹാർമോണി ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സൂഫി ചിന്താഗതിയുള്ള ആളുകൾ മുൻകാലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ സൂഫി ചിന്തയുള്ള ആളുകൾ അവർ അള്ളാഹുവിൽ ചേർന്ന് ലയിച്ച് ചേർന്നുകൊണ്ട് അവരെ ഇഖ്തിയാറിന്റെ അവസ്ഥ വിട്ടു. അവർ തെക്ലീഫില്ലാത്ത ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനം നമ്മൾ അവലംബിക്കാൻ പാടില്ല, അവർ ഇത്തിബ ചെയ്യാൻ പാടില്ല എന്ന്, ആ സൂഫി സംഗീതത്തിന്റെ വിഷയത്തിൽ ഇത്തിബ ചെയ്യാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ജറീർ റളിയല്ലാഹു പറഞ്ഞ ഇബാറത്തടക്കം നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സൂഫി ആളുകളിൽ നിന്ന് അങ്ങനെ ഉദ്ധരണികളോ അങ്ങനെ എന്തെങ്കിലും സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഇത്തിബാ ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കരുത്, അത് നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ സാധാരണക്കാരായ മുസ്ലിമീങ്ങളോട്, മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഇത്തരം ആളുകളുടെ ചതിയിൽപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈമാൻ നശിപ്പിക്കേണ്ടതില്ല. സംശയങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സംശയത്തിനുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട്.